എക്സലൻസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃത്യമായ സിലബസോടുകൂടി +2 പാസ്സായവർക്ക് യൂണിവേഴ്സിറ്റി അംഗീകൃത സർട്ടിഫിക്കറ്റും അല്ലാത്തവർക്ക് കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റും ഓൺലൈൻ എക്സാം നടത്തി നൽകുന്ന വീഡിയോ ഓൺലൈൻ ക്ലാസ്സാണ് എക്സലൻസ് അക്കാഡമി നടത്തുന്നത്. ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് പഠിച്ചു. പാർട്സ് ഓഫ് സ്പീച്ചിനെ 8ആയി തരംതിരിക്കാമെന്നും അതിലാദ്യത്തേത് നൗൺ ആണെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ ക്ലാസ്സിൽ നൗൺ അഥവാ നാമത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. ഏതൊന്നിൻ്റെയും പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് നാമത്തെ അഥവാ നൗണിനെ എത്രയായി തരംതിരിക്കാം, ഏതെല്ലാം എന്നാണ്. നാമത്തെ 5ആയി തരംതിരിക്കാം. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗൺ എന്നും അതിനെ പറയാം. അബ്സ്ട്രാക്റ്റ് നൗൺ എന്നിങ്ങനെയാണ് നാമത്തെ 5ആയി തരംതിരിക്കുന്നത്. ഈ വിഭാഗങ്ങൾ ഇംഗ്ലീഷ് ഭാഷ ഫലപ്രദമായി മനസ്സിലാക്കാനും ഉപയോഗിക്കാനും നമ്മെ സഹായിക്കുന്നുണ്ട്. ഇനി ഓരോന്നിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗണിനെ മലയാളത്തിൽ സംജ്ഞാനാമം എന്ന് പറയും. അരുൺ, ഗോവിന്ദ്, കാവേരി, ഭാരതപ്പുഴ, ഇന്ത്യ, ഗൂഗിൾ, നാസ, ബൈബിൾ ഇതെല്ലാം പ്രോപ്പർ നൗണിന് ഉദാഹരണമാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ എല്ലാം ആദ്യ അക്ഷരം തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ്. അതായത് വലിയ അക്ഷരത്തിൽ അനിൽ, ഗോവിന്ദ് തുടങ്ങിയ എല്ലാത്തിൻ്റെ ആദ്യ അക്ഷരം ആയിരിക്കും. ബുക്കിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര്, വ്യക്തിയുടെ പേര്, നദിയുടെ പേര്, പർവ്വതത്തിൻ്റെ പേര്, ആശയത്തിൻ്റെ പേര്, അതുപോലെ സംഘടനകളുടെ പേര് ഇതെല്ലാം എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം പേരായ ആ ശബ്ദത്തെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കോമൺ നൗൺ എന്താണെന്ന് നോക്കാം. കോമൺ നൗണിനെ മലയാളത്തിൽ സാമാന്യനാമം എന്ന് പറയുന്നു. ഒരു പ്രത്യേക വ്യക്തിയെയോ സ്ഥാപനത്തെയോ സൂചിപ്പിക്കുന്നതിന് പകരം വസ്തുക്കളുടെ ഒരു വിഭാഗത്തെയോ വർഗത്തെയോ സൂചിപ്പിക്കുന്ന ഒരു പൊതു പദമാണ് നാമം. ഉദാഹരണം ടീച്ചർ. നമുക്ക് ഏതൊരു ടീച്ചറെയും ടീച്ചർ എന്ന് വിളിക്കാം. എന്നാൽ കൊമേഴ്സ് ടീച്ചർ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചർ, അതൊരു സ്പെസിഫിക്കാണ്. ഏതോ ടീച്ചർ കൊമേഴ്സ് പഠിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചറും കൊമേഴ്സ് ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ റിവർ എന്ന് പറഞ്ഞാൽ ഏതൊരു നദിയുമാകാം. എന്നാൽ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാലോ അത് ഭാരതപ്പുഴ മാത്രമേ ഉള്ളൂ. ഭാരതപ്പുഴയെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, ഭാരതപ്പുഴ എന്ന് വിളിക്കാറുള്ളൂ. പമ്പ നദിയെ കയറി ഭാരതപ്പുഴ എന്ന് നമ്മൾ വിളിക്കാറില്ലല്ലോ. അപ്പോൾ ആ പമ്പ, ഭാരതപ്പുഴ, കാവേരി, സിന്ധു, ബ്രഹ്മപുത്ര ഇതെല്ലാം എന്താണ്, പ്രോപ്പർ നൗണാണ്. എന്നാൽ ഇതിനെ പൊതുവെ നമ്മൾ റിവർ എന്ന് വിളിച്ചാൽ അതെന്താണ്, കോമൺ നൗണാണ്. ശാലിനി എന്നൊരു പെൺകുട്ടിയുടെ പേരാണ്, അതെന്തായിരിക്കും, പ്രോപ്പർ നൗൺ. എന്നാൽ ഗേൾ എന്ന് പറഞ്ഞാലോ അത് കോമൺ നൗണാണ്. ഏതൊരു നദിയെ നമുക്ക് നദി എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് അവിടെ കോമൺ, അതായത് സാമാന്യ നാമമാണ് ഇതെല്ലാം. മൂന്നാമത്തേത് കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവ് നൗണിനെ മലയാളത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ, സമൂഹനാമം. എന്താ, സമൂഹനാമം. അതായത് ആളുകളുടെയോ മൃഗങ്ങളുടെയോ വസ്തുക്കളുടെയോ ഒരു കൂട്ടത്തെ അഥവാ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ് കളക്റ്റീവ് നൗൺ. സന്ദർഭത്തിനനുസരിച്ച് കളക്റ്റീവ് നൗൺ ഏകവചനമായോ ബഹുവചനമായോ ഉപയോഗിക്കാം. ഇപ്പോൾ എ ഹെർഡ് ഓഫ് കൗസ് എന്ന് പറഞ്ഞ പശുക്കളുടെ ഒരു കൂട്ടം. എ പാക്ക് ഓഫ് വേൾഡ്സ് എന്ന് പറഞ്ഞാൽ ചെന്നായ്ക്കളുടെ ഒരു കൂട്ടം. അവിടെ കൂട്ടത്തിന് എന്താ നമ്മൾ പറഞ്ഞ പായ്ക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. എ ഫ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, നമുക്ക് അറിയാം, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷികളുടെ കൂട്ടത്തെയാണ് പറയുന്നത്, എ ഫ്ലോക്ക് ഓഫ് ബേഡ്സ്. അപ്പോൾ വളരെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എ സ്കൂൾ ഓഫ് ഫിഷ്, മത്സ്യങ്ങളുടെ ഒരു കൂട്ടം. എ പ്രൈഡ്, അതെന്തിനെക്കുറിച്ചായിരിക്കും, എ പ്രൈഡ് ഓഫ് ലയൺസ്, സിംഹങ്ങളുടെ അഭിമാനം. എ ഗാഗിൾ ഓഫ് ഗീസ്,
വാർത്തകൾ, അതൊരു തരം പക്ഷിയാണ്, അതുങ്ങളുടെ ഒരു കൂട്ടമാണത്. എ കോളനി ഓഫ് ആൻഡ്സ്, ഉറുമ്പുകളുടെ ഒരു കൂട്ടം. അവിടെ കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താ? കോളനി. എ ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളുടെ ഒരു കൂട്ടം. ഇതേപോലെ ഒരു 100 എണ്ണം എഴുതാൻ നമ്മൾ ശ്രമിക്കണം. സ്വന്തം ബുക്കിലേക്ക് അത് പകർത്തി എഴുതണം. എന്നിട്ടും അത് മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സാപ്പ് മെസ്സേജിലേക്ക് മെസ്സേജ് ചെയ്യുക, അയച്ചു തരാം. അടുത്ത മെറ്റീരിയൽ നൗണാണ്. മെറ്റീരിയൽ നൗണിനെ മലയാളത്തിൽ ദ്രവ്യനാമം എന്ന് പറയുന്നു. ഇതിനെ ഇംഗ്ലീഷിൽ അബ്സ്ട്രാക്റ്റ് നൗൺ എന്നും കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുന്നു. മെറ്റീരിയൽ നൗണിനെ മലയാളത്തിൽ എന്താ? ദ്രവ്യനാമം എന്ന് പറയുന്നു. ഇതിന് മറ്റൊരു പേരുണ്ട്. ആ പേരെന്താണ്? കോൺക്രീറ്റ് നൗൺ. വളരെ ചുരുക്കി മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ ജീവനില്ലാത്ത ഏതൊരു വസ്തുവും അതുപോലെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായ മഞ്ഞ്, വെയിൽ, തണുപ്പ്, ഇവയെല്ലാം മെറ്റീരിയൽ നൗണിന് ഉദാഹരണമാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ചൂട് ഏത് നൗണാ? പ്രകൃതിയുടെ പ്രതിഭാസമല്ലേ ചൂട്. കോൺക്രീറ്റ് നൗൺ, അഥവാ മെറ്റീരിയൽ നൗണാണ്, ദ്രവ്യനാമമാണ്. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 5-മത്തേതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗണിനെ മലയാളത്തിൽ നമ്മൾ ഗുണനാമം എന്നാണ് പറയുന്നത്. സന്തോഷം, ദുഃഖം, സ്നേഹം മുതലായ നമുക്ക് തൊട്ടു നോക്കാനോ ഗ്രഹിച്ചു നോക്കുവാനോ കഴിയാത്തതെല്ലാം അബ്സ്ട്രാക്റ്റ് നൗണിൻ്റെ പട്ടികയിൽ വരുന്നു. ഇവയെല്ലാം നമ്മൾ അനുഭവിച്ചറിയുകയാണ്. ഇത്തരം നാമങ്ങളെയാണ് ഗുണനാമം അഥവാ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ചിന്തകൾ, വികാരങ്ങൾ, ആശയങ്ങൾ, ഇവയെല്ലാം ഗുണനാമങ്ങളിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് നൗൺ എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്. നൗണിനെ 5ആയി തരംതിരിക്കാമെന്നും അത് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ ആണെന്നും നമുക്ക് മനസ്സിലാവും. ഇത് സ്പീഡിൽ പറയാൻ പഠിക്കണം. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഇതിൽ മെറ്റീരിയൽ നൗണിനെ കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഏതാ 5 പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഇത് സ്പീഡിൽ പറയാൻ പഠിക്കണം. ഈ ടോപ്പിക്ക് എല്ലാവരും നല്ലപോലെ പഠിച്ച് മനസ്സിലായി കാണുമെന്നും ഒക്കെ വിശ്വസിക്കുന്നു. അല്ലാത്തവർ ഇത് നല്ലപോലെ പഠിക്കണമെന്നും ഇതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഹൃദ്യസ്ഥമാക്കണമെന്നും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.